അപ്പം നമ്മളുടെ ഒരു വീഴ്ച, നമ്മൾക്കൊരു ചെറിയൊരു തെറ്റ് പറ്റി, ആ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ ഒരു അധ്യാപകനും ഒരു പൊതുപ്രവർത്തകനും ആരും ചെയ്യേണ്ടത്? നിങ്ങളും അതാണല്ലോ ചെയ്യുക. അപ്പം അങ്ങനെ ഒരു അധ്യാപകൻ വിദ്യാർത്ഥി എന്ന് പറയുന്ന ആ ഒരു ടേമിൽ അതിനെ കാണാൻ കഴിയാത്ത ആളുകളാണ് ഇത് വിവാദമാക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. ആരാ പറഞ്ഞത് ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണമെന്ന്? അല്ല, എനിക്ക് കേസെടുക്കണോണ്ട് യാതൊരു പ്രശ്നമില്ല. ഞാൻ പ്രശ്നമില്ല എന്നല്ലേ പറഞ്ഞത്. എനിക്ക് പ്രശ്നമില്ല. അല്ലല്ല, അങ്ങനെ ഒരു കുട്ടിക്ക് അപമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടി പിന്നെ വേദിയിലേക്ക് വരാൻ വേണ്ടി പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്കെതിരെ കേസെടുക്കണം. ആരാണ് ഈ കുട്ടിയെ അങ്ങോട്ട് ക്ഷണിച്ചത് എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കാതെ ഇറക്കി വിട്ടാൽ തീർച്ചയായിട്ടും എനിക്കെതിരെ കേസെടുക്കണം. ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു. അല്ല, അങ്ങനെ ആ കുട്ടി പറയട്ടെ. ആയിക്കോട്ടെ, ഇത് പറഞ്ഞോട്ടെ, എനിക്കെതിരെ കേസ് എടുത്തോട്ടെ, എന്നിട്ട് ആ മുസ്ലിയാരെ ജയിലിലിട്ടോ. അല്ല, ഞാൻ പറഞ്ഞത് കേസ് എടുത്തു, ശരി, എന്നിട്ട് മുസ്ലിയാരെ ജയിലിലിട്ടോ. എന്തായിരുന്നു മുസ്ലിയാർക്കെതിരെ, അത് പറഞ്ഞ മുസ്ലിയാർക്കെതിരെ എന്ത് ശിക്ഷയാണ് ബാലാവകാശ കമ്മീഷൻ കൊടുത്തത്? അല്ല, എനിക്ക് കേസ് എടുത്തോട്ടെ എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനല്ല, ഞാൻ ശിക്ഷ ഇല്ലാത്തോടെ എന്നെ ജയിലിലിട്ടോട്ടെ, അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ ഒരു മഹാ അപരാധത്തിന്റെ പേരിൽ KT ജയിലിൽ നമ്മളെ മുൻ ലോകായുക്ത സിറിയക് ജോസഫ് ചെയ്തതുപോലെ ഏകപക്ഷീയമായി നമ്മളെ കേൾക്കാതെ പിന്നെ ശിക്ഷ വിധിക്കട്ടെ. വടിയെടുത്തിട്ടില്ലല്ലേ? ഒരു പ്രശ്നമില്ല, അതിന് നിങ്ങൾക്കേ പ്രശ്നമുള്ളൂ. അല്ല, നിങ്ങൾ ഏഷ്യാനെറ്റിന് പ്രശ്നം ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ മീഡിയ വണ്ണിന് പ്രശ്നം ഉണ്ടാവുമായിരിക്കും, അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവും. അല്ലാതെ കുട്ടികൾക്ക് പരാതി ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതെന്താണ്? ഒക്കെ ലീഗരും ജമാഅത്തേരും പോയി. അല്ല, അതല്ലാന്ന്, അതൊക്കെ എന്റെ അതൊക്കെ അങ്ങനെയല്ല ജമാഅത്തേരല്ലേ. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാല് അതിൽ ഓടി വന്നിട്ട് അതില് പിന്നെ എതിർ കമന്റ് ഇടുന്നത് മൊത്തം ലീഗുകാരാണ്. ഈ പ്രൊഫൈൽ നോക്കിക്കോ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാവും. ഈ രണ്ടും അല്ലാത്ത കോൺഗ്രസ്സുകാർ പോലും വളരെ കുറവാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. എനിക്കത് പൊതുവേദിയായിട്ടല്ല തോന്നിയത്, എനിക്കൊരു ക്ലാസ് റൂം ആയിട്ടാണ് അത് തോന്നിയത്. കാരണം ആ പരിപാടി നടന്നത് ഒരു ഗവൺമെന്റ് UP സ്കൂളിന്റെ കോമ്പൗണ്ടിലാണ്. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ളൊരു ഓഡിയൻസ് ആണ്. ആ കുട്ടികളും ആ കുട്ടികളുടെ രക്ഷിതാക്കളും മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. വേറെ ഒരാളും പങ്കെടുത്തിട്ടില്ല. അതെ, കാരണം നമ്മള് ഇപ്പോൾ ഹിന്ദിയിൽ, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ, അറബിക്ക്, ഇതിലൊക്കെ തന്നെ അവനവരുടെ അഡ്രസ്സ്, കാര്യങ്ങൾ, ഇതൊക്കെ ഒരു കുട്ടിയോട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ ആ കുട്ടിക്ക് അത് എഴുതാൻ പറ്റണം. അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റണം എന്നുള്ള ഒരു സതുദ്ദേശത്തിലാണ് നമ്മളിത് പറയുന്നത്. അത് തിരുത്തി കൊടുത്ത ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് തിരുത്താത്തത്. മഴ എന്ന് പറയുമ്പോഴും കുഴി എന്ന് പറയുമ്പോഴും അല്ല, മഴയാണ്, കുഴിയാണ്. മയു എന്നുള്ളതിന് പകരം മഴുവാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇവര് തിരുത്തിയിരുന്നു. ഇവർക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമായിരുന്നില്ല. ഒരിക്കലും അല്ല. സാഹചര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരിപാടികൾ, അല്ലെങ്കിൽ അവർ സംബന്ധിക്കുന്ന പരിപാടികൾ, അതിൽ ഞാൻ കുട്ടികളോട് ചോദിക്കും. ഒരിക്കലും തോന്നുന്നില്ല. ബാലാവകാശ കമ്മീഷൻ എന്ത് നടപടി എടുത്താലും ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. എനിക്കതിനെ 100% ഞാൻ അത് അനുസരിക്കുവാനും തയ്യാറാണ്. ഞാൻ വല്ല ജാമ്യത്തിനോ മുൻകൂർ ജാമ്യത്തിനോ ഒന്നും പോകുന്ന പ്രശ്നമില്ല. മയാ കുയിന്ന് ഞാനല്ലല്ലോ പറഞ്ഞത്. അല്ല, ഞാനല്ലല്ലോ പറഞ്ഞത്. നിയമസഭയില് മന്ത്രിമാർ ഉത്തരം പറയണമെന്നൊന്നും കേട്ടിട്ടില്ല. ഈ മയ കുയി 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 കുയി, അപ്പൊ അതൊന്നും കേട്ടിട്ടില്ല.
അത് അത് ശരി. അപ്പൊ പ്രാദേശിക ഭാഷയുടേത് എവിടെ പ്രാദേശിക ഭാഷ? അല്ലല്ല അങ്ങനെ അല്ലല്ല തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാനത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പോ നമ്മൾ സംസാരിക്കുമ്പോ പറയാം അങ്ങനെയൊക്കെ. അനക്ക് പറയാം എന്ത് മയ എന്ന് പറയാം ഇവരെ കൂട്ടത്തിന്ന്, അത് ശരിയാണ്. അപ്പൊ അനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുമ്പോഴും പറയാം എന്ത്, എന്റെ റിപ്പോർട്ട് കൊടുക്കുമ്പോ ഇവിടെ ഭയങ്കര മഴയാണ് എന്ന് പറഞ്ഞ എനിക്ക് റിപ്പോർട്ട് കൊടുക്കാൻ അതിലൊന്നും തെറ്റുന്നില്ല. അതെ, എന്നാ തെറ്റിച്ച് അങ്ങനെയുള്ള എം മണി അത് പറഞ്ഞതുകൊണ്ടല്ലേ അയാളെ പിന്നെ പറഞ്ഞ നാട്ടുഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ശരി, ഓക്കെ. അപ്പോ ഇല്ലില്ല, ഞാൻ അല്ല അബദ്ധമല്ല അത്. അതാണ് ഇപ്പൊ നിങ്ങൾ വിചാരിച്ചിരിക്കണ്. എമ്മി എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ യുമ്മി എമ്മി എന്ന് പറഞ്ഞാൽ, യുമ്മിന്ന് ഇംഗ്ലീഷിൽ പറയും, എമ്മിന്ന് അറബ്സ് സാധാരണ ഈ പിന്നെ അറേബ്യൻ രാജ്യത്ത് നല്ല പിന്നെ സൂപ്പർ ഇരുന്നിട്ടോ ഭക്ഷണം എന്നുള്ളതിന് എമ്മി എന്നാ പറയാ. അപ്പൊ ഇവർക്ക് ദുബായിലും ഈ ഏജൻസികൾ ഉണ്ടല്ലോ, ഇവർക്ക് ദുബായിലുണ്ട് ഏജൻസികളെ. അപ്പോ സ്വാഭാവികമായിട്ടും അവരുദ്ദേശിച്ചത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഓല അതിനെ എതിർക്കാതിരുന്നത്. ഇത് ചോദിച്ചു നോക്ക്, അറബിയില് പിന്നെ നല്ല ഭക്ഷണം കഴിച്ചാല് അവര് പറയും എമ്മി എന്നാണ് പറയല്. ഹിന്ദിയിൽ പ്രാവീണ്യം ഇല്ല, പക്ഷെ എന്താ വെച്ചാൽ അക്ഷരങ്ങൾ അറിയാം. അക്ഷരം തെറ്റാതെ, അക്ഷരങ്ങൾ പൊതുവെ തെറ്റാതെ എഴുതാറുണ്ട്. പക്ഷെ നമ്മൾ ഈ പിന്നെ വളർന്നു വരുന്ന കുട്ടികൾ, അവർക്ക് പിന്നെ എല്ലാ ഭാഷകളിലും നല്ല രൂപത്തിൽ ഒരു പ്രാവീണ്യം വേണം എന്നുള്ള സതുദ്ദേശത്തിലാണ് അത് ചെയ്തത്. പിന്നെന്താ, ഇന്ററാക്ഷൻ സെക്ഷൻ തുടരും. അതിന് ഇഷ്ടമുള്ള ആളുകൾ മാത്രം വിദ്യാർത്ഥികളുമായിട്ടുള്ള പിന്നെ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചാൽ മതി. PM ശ്രീ എവിടെ, ഇതെവിടെ? ഇപ്പൊ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ആ കുട്ടികളെ പോയി കാണുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. കാരണം മൂപ്പര മണ്ഡലത്തിലാണ് ആ കുട്ടികളുള്ളത്. അത് പോയി കാണട്ടെ. ഷംസുദ്ദീനോട് പിന്നെ അങ്ങനെ ആ കുട്ടികൾ പിന്നെ മോശമായിട്ട് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതല്ല, അതിനൊരു വോട്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ലല്ലോ. എങ്ങനെ ഭൂരിപക്ഷം എന്ന് എങ്ങനെ പറയാം, കൂടുതൽ എന്ന് എങ്ങനെ പറയാം? ഇന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റ് അല്ല, അതിന്റെ ലൈക്ക് നോക്കിച്ച്. ആ അപ്പൊ ഏതാ കൂടുതൽ? അല്ലല്ല കമന്റ് അങ്ങനല്ല, പിന്നെ ലൈക്ക് ഉള്ളത് നോക്കി. ലൈക്കിന്റെ 4 അതിര കമന്റിന് ലൈക്ക് ചെയ്യുന്ന ആൾക്കാർ ലൈക്കേ ചെയ്യുള്ളൂ. ലൈക്കിനെക്കാളും കമന്റ് കൂടിയാൽ അപ്പൊ ഈ പറഞ്ഞത് ശരിയാ. മകളും അങ്ങും ഭാര്യ എല്ലാവരും സജീവമായി കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അതൊക്കെ ഈ വിവാദത്തിന് ഒരു കാരണം. എന്താ അതൊക്കെ നമ്മളുടെ പൊളിറ്റിക്സ് വേറെ, ഈ കാര്യം വേറെ. ഇതിന് രാഷ്ട്രീയവുമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ. നമ്മൾ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. നുള്ളിയിട്ടില്ലല്ലോ. ആരാ പറഞ്ഞത് ചെവി നുള്ളിയോ? അല്ല, അത് വേദന ഉണ്ടാക്കണില്ല. ഞാൻ കുട്ടിയോടൊന്ന് ചോദിച്ചു നോക്കാം. ആ കുട്ടി പറഞ്ഞല്ലോ, ഇപ്പൊ എന്റെ ചെവി വെറുതെ ഒന്ന് പിടിച്ചു എന്ന് വിചാരിക്കുക, അത് നുള്ളല? അല്ല, പബ്ലിക് വേദിയിൽ ഞാൻ ചിരിച്ചുകൊണ്ടാണ് ചെയ്തത്. അവൻ ചിരിച്ചുകൊണ്ടാണ് അതിനെ നേരിട്ടത്. ടാർജറ്റ് മഹേഷേട്ടനെ മാത്രം പറയുമ്പോ മഹേഷിന് ഉറപ്പാണ് ഓനോട് സ്നേഹം എനിക്ക് കൂടുതലാണ്. സത്യം അങ്ങനെയാണ്. സാധാരണ നമ്മൾ ഒരാളെ നമ്മൾ പോയിന്റ് ചെയ്യുമ്പോ അയാളെ അപമാനിക്കാനല്ല സാധാരണ ശ്രമിക്കുക. ഒരു വാർത്ത നിങ്ങള് അതൊക്കെ തെറ്റന്നെ, അതൊക്കെ തെറ്റാണ്. അതെ, ഇത് ഞാനൊരു ക്ലാസ് റൂമായിട്ടാണ് അതിനെ കാണുന്നത്. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അത് പൊതുസമൂഹം കാണുന്നില്ല എന്ന് അല്ല, എന്റെ രാഷ്ട്രീയ ശത്രുക്കൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. പൊതുസമൂഹം എന്നുള്ളത് ആ നിലയിലേക്ക് അതിനെ ചേർത്തണ്ട.
എൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ MSFകാർ കാണുന്നില്ല, അല്ലെങ്കിൽ പിന്നെ യൂത്ത് ലീഗുകാർ, ലീഗിൻ്റെ ആളുകൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ അത് കാണുന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെന്താ, തീർച്ചയായിട്ടും ഞാൻ ഇതുവരെ ഈ കുട്ടികളുമായിട്ട്, കുട്ടികളുടെ അനുമോദന ചടങ്ങിൽ ഇന്നോളം ഞാൻ പങ്കെടുത്ത എല്ലാ ചടങ്ങുകളിലും ഇങ്ങനെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാറുണ്ട്. അവരോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അവർ വായിച്ച പുസ്തകങ്ങളെ കുറിച്ച് പറയിപ്പിക്കാറുണ്ട്, അതിൻ്റെ ഇതിവൃത്തത്തെക്കുറിച്ച് പിന്നെ പറയിപ്പിക്കാറുണ്ട്. അതൊക്കെ എന്താണ്, കുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു എനർജി കിട്ടുകയല്ലേ ചെയ്യുക. അപ്പം നമ്മളുടെ ഒരു വീഴ്ച, നമ്മൾക്കൊരു ചെറിയൊരു തെറ്റ് പറ്റി, ആ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ ഒരു അധ്യാപകനും ഒരു പൊതുപ്രവർത്തകനും ആരും ചെയ്യേണ്ടത്. നിങ്ങളും അതാണല്ലോ ചെയ്യുക. അപ്പം അങ്ങനെ ഒരു അധ്യാപകൻ വിദ്യാർത്ഥി എന്ന് പറയുന്ന ആ ഒരു ടേമിൽ അതിനെ കാണാൻ കഴിയാത്ത ആളുകളാണ് ഇത് വിവാദമാക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഇല്ലല്ല, അതൊന്നും ആവശ്യം ഇക്കാര്യത്തിൽ ഇല്ലല്ലോ.